ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ 2 ദിവസത്തെ വിശേഷങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ പറയണത്. ഒന്ന് ഞായറാഴ്ചയിലത്തെയും പിന്നെ തിങ്കളാഴ്ചയിലത്തെയും 2 ദിവസത്തെ കൂടി മിക്സ് ചെയ്തിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, 2-3 ദിവസമായിട്ട് നമ്മൾ വേളാങ്കണ്ണി യാത്രയായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ. ഞാൻ സത്യത്തിൽ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളും നിങ്ങളെ എല്ലാ ദിവസവും ഞാൻ ഷെയർ ചെയ്യാറുള്ളതാണ്. എനിക്കങ്ങനെ എന്താ പറയുക, പ്രൈവറ്റായിട്ട് ഇങ്ങനെ മറച്ച് വയ്ക്കാവുന്ന ഒരു കാര്യങ്ങളും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ അതെ നമ്മളെല്ലാം കഴിഞ്ഞ് കയറുമ്പോഴത്തെ നമ്മളുടെ മുറ്റത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ. അതായത് നമ്മളുടെ കിളികൾ കംപ്ലീറ്റ് കൊത്തിയിട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ചാക്കോച്ചൻ എടുക്കാനായിട്ടുള്ള കരച്ചിലാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. 3 ദിവസത്തെ എൻ്റെ വേളാങ്കണ്ണിയിലത്തെ വീഡിയോസ് കണ്ടിട്ട് കണ്ടമാനം പേര് എനിക്ക് പേഴ്സണലി അയച്ചു മെസ്സേജ്. പിന്നെ അത് കൂടാണ്ട് നമ്മളുടെ കമൻറ്റ് വഴിയും പറഞ്ഞു. അവരൊക്കെ നമ്മളുടെ കൂടെ വേളാങ്കണ്ണിയിൽ വന്ന് പോയ പോലെയുണ്ട്, വന്ന് മടങ്ങിയ പോലെ തോന്നിയെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമുക്കെല്ലാവർക്കും എല്ലായിടത്തേക്കും ഓടിയെത്താൻ പറ്റില്ല. അപ്പം നമ്മളെക്കൊണ്ട് പറ്റാവുന്ന പോലെ നമ്മളവിടേക്ക് എന്താ പറയുക, കാഴ്ചയിലൂടെയെങ്കിലും എത്തിക്കാൻ പറ്റിയ അത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. കണ്ടമാനം പേര് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് ട്രിപ്പ് വാഷ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പോകുമ്പോൾ വാഷ് ചെയ്യാനിട്ട സംഭവങ്ങളൊക്കെ എടുത്തത് മടക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ഞാൻ എന്താ പറയുക, വാഷ് ചെയ്യാനായിട്ട് ഇട്ടു കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു യാത്ര പോയി വന്നു കഴിഞ്ഞാൽ കണ്ടമാനം പണികൾ ബാക്കി വരും. സംഭവം ഒരു ദിവസത്തേക്കേ പോയുള്ളെങ്കിൽ പോലും നമുക്ക് തുണികളും പിന്നെ എങ്ങനെ വന്നാലും നമ്മൾ ഉറക്കമായാലും എന്താ പറയുക, ഒതുക്കലായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പോയത്. വാഷിംഗ് മെഷീനിൽ ലാസ്റ്റ് മൊമെൻറ്റ് വരെ വാഷ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് പോയി. പക്ഷേ തിരിച്ച് വരുമ്പോൾ അതിൻ്റെ ഇരട്ടി സാധനങ്ങൾ നമ്മളുടെ കയ്യിൽ വാഷ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും യാത്ര പോകുമ്പോൾ എല്ലാതും ക്ലിയർ ചെയ്തിട്ട് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്ട്രിപ്പ് വാഷ് ചെയ്തതിന് ശേഷം ഡിവൈൻ്റെ സെറ്റ് വാഷ് ചെയ്യാനായിട്ട് വെച്ചു. അതാണ് ആ വലിയ ബക്കറ്റ് കേട്ടോ. ഡിവൈൻ ആ വലിയ ബക്കറ്റിൽ കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിലിട്ടിട്ട് അതിൽ തന്നെ തുണിയെടുത്ത് മുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ ഡ്രയറിലാണ് അവിടെ ഇടുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ എടുത്ത് മടക്കി വെക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ അലക്കും തോരയിടില്ല. അപ്പോൾ ഞാൻ നേരത്തോടെ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നല്ല വെയിൽ വരും അവിടേക്ക്. വെയിൽ വന്നു കഴിഞ്ഞാൽ വലിയ സുഖമില്ല കേട്ടോ അവിടെ നിന്നിട്ട് തുണി തോരയിടാനായിട്ട്. ഞാൻ നിങ്ങളോട് മുമ്പും പറയാറില്ല, വർഷക്കാലം ആകുമ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന്, അപ്പോൾ ഇവരെ കുട്ടികൾ എന്നെ കളിയാക്കും, ഇപ്പോൾ മമ്മി ഫുൾ ടൈം ഓൺലൈനിലാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടികളെയും കൊണ്ട് നെസ്റ്റോയിൽ അല്ലെങ്കിൽ റിലയൻസിൽ ഓരോ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കും അത് ഭയങ്കര പ്രശ്നമാണ്, നമ്മളെ സംബന്ധിച്ചും ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ അവരെ വെറുതെ കരയിച്ച് അവർക്ക് വല്ലതും അവർക്ക് ആവശ്യപ്പെടുന്നത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു വിഷമമാണ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുക ആവശ്യമില്ലാത്തൊരു സാധനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇപ്പോൾ ഓൺലൈനിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങിക്കാം കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ സ്ഥിരം വാങ്ങിക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ബാത്റൂം കഴുകുന്ന ബ്രഷാണത്. അതായത് നല്ല ഉപകാരമുള്ള സാധനമാണ് കേട്ടോ ഇത്. ഈ ബ്രഷ് നമ്മളുടെ ക്ലോസറ്റിൻ്റെ ഇടയിൽ അഴുക്കുകളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അത് നല്ല ബ്രിസിൽസാണ്, അതിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്യുക. അപ്പോൾ അത് 2 പിന്നെ മറ്റേത് നമ്മുടെ ഡിഷ് വാഷ് മറ്റേ പാത്രം കഴുകുന്ന ആ ക്ലോത്തും നല്ല ക്ലോത്താട്ടോ. ഞാൻ അടുത്ത പാക്ക് എനിക്ക് ഇന്നലെ ഇന്നും 3-4 വീതം പാക്കുകൾ പാർസൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾ എന്നെ കളിയാക്കായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഡിറ്റർജൻറ്റാണ് കേട്ടോ, ലിക്വിഡ് ഡിറ്റർജൻറ്റാണ്. അപ്പോൾ അത് ഞാൻ തുറന്ന് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഒക്കെ ഇന്നലെ ഈ പറഞ്ഞ പോലെ ആകെ തിരക്കായിരുന്നു, കണ്ടമാനം പാക്കിങ്ങും കാര്യങ്ങളും. ഞാൻ സംഭവം വ്യാഴാഴ്ച രാത്രി വരെ പാക്ക് ചെയ്തിട്ടാണ് വെള്ളിയാഴ്ച പുലർച്ചെ ഞാൻ പോയത്. എന്നാലും നമ്മളെന്താ പറയുക, ഫോണിൽ കൂടെയാണല്ലോ നമ്മളുടെ എല്ലാ സംഭവങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു തടസ്സമില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്ത് വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല കേട്ടോ. 2 ദിവസം മാറി നിന്നാൽ പോലും പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് റിപ്ലൈ തരാൻ ലേറ്റ് ആയാലും വിഷമിക്കാരുടെ റോമിംഗ് ആണ്, റേഞ്ച് ഉണ്ടാവില്ല അങ്ങനെ. അപ്പോൾ ഇത് നമ്മുടെ ലിക്വിഡ് ഡിറ്റർജൻറ്റ്. ഇപ്പോൾ ഞാൻ 3ാമത്തെ തവണയാണ് കേട്ടോ ഈ സംഭവം വാങ്ങിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ഡിറ്റർജൻറ്റായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം. വല്ലാണ്ട് കൊഴുകൊഴുന്നല്ല, കുറച്ചൊരു ലിക്വിഡ് പരുവത്തിലാണ്, എന്നാൽ വലിയ കുഴപ്പമില്ല. എനിക്ക്
തുണികൾക്ക് എന്താ പറയുക വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല, വാഷ് ചെയ്തപ്പോൾ ക്ലീനായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്നോട് ഇങ്ങനെ കാണിക്കുമ്പോൾ എന്നോട് ലിങ്ക് ചോദിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ലിങ്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായാൽ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 5 ലിറ്ററിന് 5 ലിറ്റർ, അതായത് 10 ലിറ്ററിൻ്റെ വിലയാണ് ഈ സംഭവം. ഞാൻ ഇതേ സാധനം 5 ലിറ്റർ ഈ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഓഫർ കണ്ടപ്പോൾ വേഗം അവിടെ ചാടി വീണതാണ്. ഓഫർ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട് കേട്ടോ. അങ്ങനെയാണ്. കാരണം നമ്മളുടെ ബഡ്ജറ്റിൽ സെയിം സാധനമാണ്, നമ്മൾ ഇതേ സാധനം നാളെ വലിയ വില കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഓഫേഴ്സ് കാണുമ്പോൾ വാങ്ങി വെച്ചാൽ നമുക്ക് ഇരട്ടി ലാഭമാണല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് പിന്നെ ചിലരുടെ വിചാരം ഓഫർ വരുമ്പോൾ പഴയ സാധനമാണ്. ഒരിക്കലുമല്ല. ഇന്ന് ഓഫറിലിട്ട അതേ സാധനമാണ് നാളെ ശരിക്കുള്ള വിലയ്ക്ക് ചിലപ്പോൾ നമ്മൾക്ക് വാങ്ങിക്കേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ധാരണ തെറ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ എക്സ്പയറി ആയതാന്ന് പറയും. ഒരിക്കലുമല്ല. നമ്മളെപ്പോഴും വാങ്ങിക്കുമ്പോഴും എക്സ്പയറി ഡേറ്റ് നോക്കി വാങ്ങിച്ചാൽ മതി. അല്ലാണ്ട് പഴയത് വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പോൾ ഇത് നമ്മളുടെ സ്വീറ്റ്സാണ്. ഇത് നമ്മളുടെ പുളിമിഠായി, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഡോണിന് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ സാധനങ്ങൾ. ഞാനും ഡോണാണ് ഇങ്ങനത്തെ നാടൻ സാധനങ്ങൾ കഴിക്കുന്ന ആൾക്കാരായിട്ടാണ്. അങ്ങനെ സമയം 3:15. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എന്താ കഴിച്ചതെന്ന് ഇന്ന് നമ്മുടെ ഡിമ്പിളുടെ വക ഞാൻ ഈ പറഞ്ഞ പോലെ ആരോ ചോദിച്ചപ്പോൾ മീൻകറിയും ബീഫ് റോസ്റ്റാന്നൊക്കെ പറഞ്ഞു. പക്ഷെ വന്ന് നോക്കിയപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു. നല്ല നാടൻ ഊണ്, മുതിരക്കറിയും പിന്നെ എന്താ പറയുക മീൻ വറുത്തത്, ഇറച്ചി, അങ്ങനെ കുറച്ച് സാധനങ്ങളായിട്ട്. അപ്പോൾ ഡോൺ ഏറ്റവും ലാസ്റ്റ് വന്ന് ഭക്ഷണം കഴിച്ചത് 5 മണി, 4:30, 5 ആവും ഫുഡ് കഴിക്കുമ്പോൾ. അവനും തോമും കൂടിയിട്ട് ഒരു വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. പോയിട്ട് വരണോട് കൂടി റിലയൻസിൽ കയറി കുട്ടികൾക്കുള്ള സ്നാക്സും കാര്യങ്ങളും വാങ്ങിയിട്ടാണ് വന്നേട്ടോ. അപ്പോൾ അവർക്ക് ഈ മാഗിയാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ ഇത് നമ്മുടെ പണ്ടത്തെ മിഠായിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോൺ കണ്ടപ്പോൾ വാങ്ങിച്ചതോ. ഡോണിന് ഇങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് മറ്റേ ഈ കേക്ക് പാച്ചുവിൻ്റെ ഫേവറേറ്റും മുറുക്ക് തോമുവിൻ്റെ ഫേവറേറ്റുമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ 2 പേരുടെയും ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ അതേ പുതിയ സഞ്ചി. അപ്പോൾ ഡാഡി കണ്ടാൽ ഡാഡി അപ്പം വഴക്ക് പറയും. കാരണം ഡാഡി എപ്പോഴും സഞ്ചി നമ്മുടെ കാറിൻ്റെ ഡാഷിൽ ഇട്ടുണ്ടാവും. വെറുതെ എന്തിനാ 15 രൂപ 20 രൂപ കളയണേന്ന് പറഞ്ഞിട്ട്. അത് പിശുക്കം കൊണ്ടല്ല കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്താ പറയുക, ഒരു സംഭവം മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ പ്രാവശ്യം ഇങ്ങനെ 15 രൂപ കൊടുത്തിട്ട് സഞ്ചി വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നാണ് ഡാഡി ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ആ ഒരു 15 രൂപ പിശുക്കം അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ രാത്രി ഇതേ കുട്ടികൾക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞു ഷവർമ്മ വാങ്ങിച്ചു. പതിവില്ലാണ്ട് ഞാനും ഒരു ഷവർമ്മ കഴിച്ചു. ഞാനങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തോ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസായി. എനിക്കൊന്നുമില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നപ്പോൾ ഞാനും കുട്ടികളുടെ കൂടെ കൂടി ഓരോന്ന് കഴിച്ചു തുടങ്ങി കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും ദൈവം സഹായിച്ച് ഇതുവരെ ഇല്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളുടെ ആഗ്രഹങ്ങളും സാധിക്കണമല്ലോ. അപ്പോൾ കുട്ടികളും പറയും ഇടയ്ക്ക് മമ്മിക്ക് എന്താ തോന്നണേ വെച്ചാൽ മമ്മി കഴിക്കുക, ഇതെന്തിനത് അങ്ങനെ വല്ലാണ്ട് ഇത് പിടിക്കേണ്ട, അതിന് മാത്രം ഒന്നുമില്ല എന്ന് പറയും. സംഭവം ശരിയാണ്. ബോഡി ചെക്കപ്പിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു പേടിയാണ് ഉള്ളിലെപ്പോഴും. അങ്ങനെ ആ ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ വിശേഷമാണ് ബാക്കി. ഇന്നത്തേന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്നത് ചൊവ്വാഴ്ചയാണ്, പക്ഷേ തിങ്കളാഴ്ചയിലത്തെ വിശേഷം. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ പോലെ മെഴുകുതിരി ഫാൻ ഇടുമ്പോൾ അത് കെട്ടുപോകും. അപ്പോൾ ഞാൻ സെയിം മെഴുകുതിരിയാണ് ഇപ്പോൾ ഞാൻ അടിയിലേക്ക് വരെ എത്തിക്കാനായിട്ട് ഞാൻ സമ്മതിക്കാറില്ല കേട്ടോ. അപ്പോൾ ആ മെഴുകുതിരി കത്തിച്ച് വെച്ച് എന്താ പറയുക വീഡിയോ അവസാനിപ്പിക്കുന്നതോട് കൂടിയിട്ട് ഞാനത് കെടുത്തേം കൂടി അത് കഴിയാറായ സമയത്താണ് ഞാൻ കെടുത്തിയത്. അത് കറക്റ്റാണ് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ വോയിസ് ഓവറൊക്കെ കൊടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് അത് കഴിയണം, അടിയിലേക്ക് എത്തണ സമയം. അപ്പം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആവാൻ കാത്തുക്കാണ്ട് ഊതാണ് ചെയ്യണം ഇപ്പോൾ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അപകടം പറ്റും. അടിയിൽ മരല്ലേ, ചൂടായിട്ട് അലൂമിനിയം അല്ലേ, അത് ചൂടായിട്ട് പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നലത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അതായത് ഞായറാഴ്ച. ഇന്നിപ്പോൾ അതാ തിങ്കളാഴ്ച രാവിലെ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ ഇൻഡക്ഷൻ ഒരെണ്ണം നോക്കുമ്പോൾ അത് എന്താ പറയുക പ്ലഗ് ഊരാൻ കിട്ടണില്ല. അതെന്തോ അതിൻ്റെ ഫ്യൂസ് പോവുക എന്തോ ചെയ്തു. അപ്പോൾ 3-4 ഇൻഡക്ഷൻ പ്രാവശ്യം ആ ഒരെണ്ണം ശരിയാക്കണം. അപ്പോൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഡിവൈൻ ആമസോണിൽ ബുക്ക് ചെയ്തതാണ് കേട്ടോ. ഇന്ന് രാവിലെ സംഭവം എത്തി. അപ്പം ഞങ്ങൾ പറയുക ഇത് എവിടെ നിന്ന് രാത്രി ബുക്ക് ചെയ്യുമ്പോഴേക്കും രാവിലെ എത്തി. എന്തോ ഒരു ഗോൾഡൻ എന്തോ സംഭവം ഡിവൈനുണ്ട് കേട്ടോ. അതാണ് മെമ്പർഷിപ്പ് എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പറഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് വരണ സാധനം ഡിവൈൻ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സംഭവം എത്തും. ചിലപ്പോൾ രാത്രിയിലൊക്കെ ആവും സാധനം എത്തുക. അപ്പോൾ അങ്ങനെയാണ് എന്തോ ഗോൾഡൻ മെമ്പർഷിപ്പ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. എനിക്കത് ശരിക്കും പറയാനറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ഞെട്ടിച്ചതാണ്. ഇന്നലെ രാത്രി ബുക്ക് ചെയ്യുമ്പോഴേക്കും ഇന്ന് രാവിലെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു 8 മണിയാകുമ്പോഴേക്കും സാധനം വന്നു. അങ്ങനെ അത് ഉദ്ഘാടനം ചെയ്തു കേട്ടോ.
കാരണം നമുക്ക് ഇൻഡക്ഷൻ 2 ഇല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. കുറേ നാളുകളായിട്ട് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻഡക്ഷന്മേലുള്ള കളി നമ്മുടെ ഇവിടെ നടക്കില്ല. അപ്പോൾ 2 ഇൻഡക്ഷൻ തന്നെ വേണം. എന്നിട്ടും പറ്റാണ്ട് നമ്മൾ ചില സമയത്ത് കെറ്റിലിൽ കുട്ടികൾ 3 പേരുണ്ട്, അവരുടെ 3 പേരുടെ പാലും കുപ്പി തിളപ്പിക്കണം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കളിയാക്കിയിട്ട് പറയും സ്വന്തമായിട്ടൊരു KSEB നമ്മുടെ വീട്ടിൽ വേണമെന്ന് പറയും. കാരണം കറണ്ടിന് അത്രയും ചാർജ് ഉണ്ട്, നമുക്ക് ഉപയോഗമുണ്ട്. ചാർജ് ഉണ്ടെന്നല്ല, ഉപയോഗമുണ്ട്. കാരണം കുട്ടികളുടെ വണ്ടി തൊട്ട് എല്ലാതും ഇലക്ട്രിക്കാണ്, ചാർജിങ്ങാണ്. അങ്ങനെ ഇത് പുതിയ മൾട്ടി കളർ, അതായത് നവരത്നത്തിൻ്റെ വേറൊരു പാറ്റേൺ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട്. നല്ല ഷൈനിങ് ഉള്ള കല്ലുകളും പിന്നെ അതിൻ്റെ തന്നെ പേളുണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്, റൂബി ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ചില ദിവസം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് മെഴുകുതിരി കത്തിക്കാനുള്ളൊരു അവസരം കിട്ടുള്ളൂ. കാരണം കുട്ടികൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്കത് ഫാൻ ഇടുമ്പോൾ അപ്പം തന്നെ കെട്ടുപോകും. അപ്പോൾ ഞാൻ ഒന്ന് സമാധാനമായതിന് ശേഷമാണ് ഞാനത് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേർസൊക്കെ എണീറ്റ് കാര്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ട്. ഇന്നിപ്പോൾ പാച്ചുവിനെ നമ്മൾ ക്ലാസ്സിൽ വിടണില്ല. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, അവന് മറ്റേ വാക്സിൻ എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അത് ഡോക്ടറെ കണ്ടിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറെ അടുത്തൊന്ന് പോയി കൺസൾട്ട് ചെയ്തതിന് ശേഷം ആവാമെന്ന് വിചാരിച്ചിട്ട് അവനെയും കൊണ്ടുവന്ന് ഡോക്ടറെ അടുത്ത് പോകാനായിട്ട് ഡിംപിള് വിളിച്ചു ചോദിച്ചപ്പോൾ 11 മണിക്ക് ഡോക്ടർ വരാമെന്ന് പറഞ്ഞു. പിന്നെ 11 മണിയായപ്പോൾ പറഞ്ഞു വന്നിട്ടില്ല, 12 മണിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ 12 മണിക്കാണ് കേട്ടോ ഡിംപിള് പോയത്. അപ്പോൾ അതുവരെ നേരത്തോടെ ഒരുങ്ങിയെങ്കിലും പോകാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ കണ്ടു ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓടിപ്പോയിട്ട് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ തട്ടണം ഒച്ച നോക്കിയപ്പോൾ മൂപ്പര് ഇവിടെ ആനയായിട്ട് പോയിട്ട് ഫ്രിഡ്ജും ഇട്ട് തട്ടുകയാണ്. അപ്പോൾ ആൾ വലുതായി എന്നർത്ഥം. പക്ഷെ അവന് നടക്കാനായിട്ട് ഒരു ധൈര്യമില്ല കേട്ടോ, അവന് പൊങ്ങി നിൽക്കാൻ പറ്റണില്ല. അങ്ങനെ ഇവർ അടുക്കളയിലത്തെ കാര്യങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് സൂത്രപ്പണിയാണ്. ഞാൻ പറഞ്ഞില്ലേ മിക്ക ദിവസവും സൂത്രപ്പണിയുമ്പോൾ നിർത്തും എന്ന് പറഞ്ഞില്ലേ. പിന്നെ അപ്പോൾ ഇന്ന് ബ്രെഡും മുട്ടയായിരുന്നു. അങ്ങനെ തോമുട്ടൻ പോണു, പാച്ചൂട്ടൻ ടാറ്റ പറയണു. അപ്പോൾ പാച്ചൂട്ടന് പോകണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മളായിട്ട് വിടാണ്ട് നിൽക്കണതാണ്. അവന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ വാക്സിൻ എടുക്കേണ്ട കാര്യത്തിന് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുക, ഇവിടെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ തന്നെ പറയും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ തോമു അപ്പയുടെ കൂടെ പോവുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ്റെ കട്ടിലൊക്കെ ചാടി കടന്നു തുടങ്ങി. അതുപോലെ തന്നെ കസേരമ്മ കയറൽ ഭയങ്കര എന്താ പറയുക, കുട്ടി കുറുമ്പനായിട്ടൊക്കെ കണ്ടു, കുട്ടി കുറുമ്പനായിട്ടാണ് ഇപ്പോൾ പോക്കിട്ട അവൻ്റെ. അപ്പോൾ അങ്ങനെ ഇവരുടെ എല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഒരു പീസ് ബ്രെഡ് കഴിക്കാം വിചാരിച്ച് ഒരു പീസ് ബട്ടർ ഇതാക്കിയിട്ട് ഞാനൊന്ന് ടോസ്റ്റ് ചെയ്ത് ഒറ്റ മുട്ട, 2 ഒന്നും എടുത്തില്ല, ഒരു മുട്ട എടുത്ത് കുറച്ച് കുരുമുളക് ഉപ്പിന് പകരം ഞാൻ തുണ്ട് ടൊമാറ്റോ സോസ് ഇട്ടു. അതിട്ടിട്ട് ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് കുറച്ച് നേരം നമ്മൾ കുറേ വട്ടത്തിൽ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടാണ് പിന്നെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടാം. അപ്പോൾ ആൻറ്റിക്കിൻ്റെ കണ്ടമാനം കളക്ഷൻസ് ഞാൻ കുറേ ദിവസങ്ങളായി പറയുന്നു വന്നിട്ടുണ്ട് എന്ന്. പക്ഷേ ഇതുവരെ ഒരു വീഡിയോ എടുക്കാനോ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനോ നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇന്ന് എന്തായാലും ഡിംപിളിനോട് ഞാൻ പറഞ്ഞു അത് എടുക്കുക. കാരണം ഓരോരുത്തർ അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഉള്ളതൊക്കെ നമ്മളുടെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് അതിന് വേണ്ടി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ ഡിവൈനാണ് ഇങ്ങനെയുള്ള സമയത്ത് എടുത്തു കൊടുക്കാറ് കേട്ടോ വീഡിയോ. പക്ഷേ ഇന്ന് ചാക്കോച്ചൻ ഉറങ്ങുന്ന ഒരു ലക്ഷണമില്ല. കാരണം അവൻ 9 മണി വരെ ഉറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ രാവിലെ ഇനി ഉറക്കം നോക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ എടുത്തു തരാം, ഒരുക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെയാണ്, അതായത് കുട്ടികളെ വെച്ചിട്ടുള്ള പരിപാടികൾ പെട്ടെന്ന് അങ്ങനെ നടക്കില്ല. അപ്പോൾ ഞാൻ ഇവരോട് കളിയാക്കിയിട്ട് പറയും നമുക്ക് അപ്പുറത്തെങ്ങാനും വല്ല റൂം കിട്ടിയെങ്കിൽ അവിടേക്ക് വേണം ഇത് മൊത്തം മാറ്റാനായിട്ട് എന്ന് പറയും. കാരണം എന്താ പറയുക ഭയങ്കര ഭംഗിയാട്ടോ ഈ ഓർണമെൻറ്റ്സ്, ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളും വീഡിയോസൊക്കെ ഡിംപിളിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഡിംപിളിൻ്റെ വീഡിയോസ് ഇന്ന് ഇട്ടിട്ടുള്ള വീഡിയോയിൽ ഇത് മൊത്തം ഓരോന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിംപിളിൻ്റെ വീഡിയോ, ഇന്നത്തെ വീഡിയോ, അതായത് ഇന്നിപ്പോൾ നിങ്ങൾ ചൊവ്വാഴ്ചയല്ലേ ഇത് കാണണേ, തിങ്കളാഴ്ചയിലത്തെ വീഡിയോ ഡിംപിൾ ഇട്ടിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതെല്ലതും ഭയങ്കര ഭംഗിയാട്ടോ ഓരോന്നും. എന്താ പറയുക ഭയങ്കര സിമ്പിളായിട്ടുള്ളതുണ്ട്, ഇത്തിരി ഹെവി ആയിട്ടുള്ളതുണ്ട്, റെൻറ്റിന് കൊടുക്കാൻ പറ്റിയ ഓർണമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ പോലെ കുറേ പേര് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. സാധാരണ പാലയ്ക്ക അങ്ങനെയുള്ള സംഭവങ്ങൾ. പക്ഷേ ഇതും അതിന് പറ്റിയതാണ്. പക്ഷേ ഇതൊന്നുമല്ല, ഇതിൻ്റെ ഹെവി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഡിംപിളിൻ്റെ വീഡിയോ കണ്ടാലാണ് കറക്റ്റ് മനസ്സിലാവുക.
അപ്പോൾ അങ്ങനെ എന്താ പറയുക, എനിക്കും അതെ ഭയങ്കര ഇഷ്ടമുള്ള കളക്ഷനാണ് കേട്ടോ ഈ ആൻറ്റിക്കിൻ്റെ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ ആഡുകളിലൊക്കെ നമ്മളുടെ ഇപ്പോൾ ഈ കണ്ട കളക്ഷൻസാണ് കുറേ ആഡുകളിൽ ഈ താമരമാല, ഡംബൽസ് പാറ്റേൺ, പിന്നെ ചോക്കറ്, സൂഫിയുടെ ചോക്കറ്, അങ്ങനെ കണ്ടമാനം പാറ്റേൺ. അതൊരു ഈ കാശിൻ്റെ ലക്ഷ്മിയുടെ ഭയങ്കര ഭംഗി അതൊക്കെ കാണാൻ കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ശരിയാവും എന്നറിയില്ല. കാരണം നിങ്ങൾക്ക് കാണാനും പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡിംപിളിൻ്റെ ചാനലിൽ പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ വിശദമായിട്ടുണ്ട്. ഞാനിതിപ്പോൾ 2-3 വട്ടമായി ഡിംപിളിൻ്റെ ചാനലിൽ പോയി കാണാൻ പറയണു. അപ്പോൾ അത് ഒരു കുട്ടി എപ്പോഴും പറയും അമ്മ മകളെ സപ്പോർട്ട് ചെയ്യണു, അങ്ങനെ പറയണു ഇങ്ങനെ പറയണു എന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും വെച്ചിട്ടല്ല, നിങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യം വരുമ്പോൾ അതിൽ വിശദമായിട്ടുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ എന്താ പറയുക, ദുരുദ്ദേശത്തോടു കൂടി പറയുന്നവർക്ക് അത് മാത്രമേ മനസ്സിലാവുള്ളൂ. അതിപ്പോൾ നമ്മളുടെ ആരുടെയും കുറ്റമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ പുതിയ കുറേ കമ്മലുകൾ വന്നിട്ടുണ്ടെന്ന്. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ആരോ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കണ്ടമാനമുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് കാണിക്കണത് കേട്ടോ. വൈറ്റ് ഉണ്ട്, റൂബി ഉണ്ട്, പേളുണ്ട്, പിന്നെ നവരത്ന ഇതുണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ വിലയാണ് കേട്ടോ. ഞാനപ്പോൾ ഈ ഷീറ്റായിട്ട് ഞാൻ ഇടുമ്പോൾ നിങ്ങൾ ചിലരുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിനെത്ര വില ചോദിക്കുമ്പോൾ എനിക്കിതിൽ ഏതിൻ്റെ വിലയാണ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പേളിന് ഒരു വിലയാണ്, റൂബിക്ക് വേറെ വിലയാണ്, ഓരോ സ്റ്റോൺസിനും ഓരോ ഇതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പലതിനും പല റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലെ പേളിന് എന്താ വില, അല്ലെങ്കിൽ വൈറ്റ് സ്റ്റോണ്, അല്ലെങ്കിൽ റൂബി, അങ്ങനെ തിരിച്ച് ചോദിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് സംഭവം 10 രൂപ 15 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുള്ളൂ. എന്നാലും ഓരോന്നിനും നമ്മൾ ഓരോ വിലയുണ്ടല്ലോ, ഓരോന്നിനും ഓരോ വില കൽപ്പിക്കുക എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ അങ്ങനെ ഡിംപിൾ പാച്ചുരിയും കൊണ്ട് പോയി. 12 മണി കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ചിക്കൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. മൂപ്പര് 11 മണിക്ക് പോയിട്ട് 12 മണിക്ക് വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ കംപ്ലീറ്റ് കണക്കൂട്ടലുകൾ തെറ്റിയില്ലോ. അപ്പം ഞാനാണ് ഇന്ന് കിച്ചണിലേക്ക് കടന്നത്. അങ്ങനെ അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനായപ്പോൾ ഞാൻ പതുക്കെ ബോട്ടി എടുത്തു. ഞാനും ഡോണും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ബോട്ടിയും കടലയിട്ടിട്ടൊരു വെപ്പുണ്ട് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. വേറെ ഒന്നുമില്ല, നമ്മൾ എന്താ പറയുക ഇറച്ചി വെക്കുന്ന അതേപോലെ കടലയും ബോട്ടിയും ഒപ്പിട്ട്, ബോട്ടി ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം കഴുകി ഒന്ന് തിളപ്പിച്ച് അല്ലെങ്കിൽ വേവിച്ച് ഊറ്റി വെച്ച ബോട്ടിയാണ് നമ്മൾ സാധാരണ കറികൾക്ക് യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ കടലയിട്ട് ശരിക്കും മസാല വയ്ക്കുന്ന പോലെ വെച്ച്, ഇറച്ചി വയ്ക്കുന്ന പോലെ വെച്ച് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ച്, ഞാൻ ഇത്തിരി നാളികേരപ്പാൽ ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. അതൊക്കെ ആയതിന് ശേഷം ചാറ് നോക്കിയപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഡിവൈൻ ഇന്നലത്തെ ചില്ലി ചിക്കനും സംഭവവും കൂട്ടിയിട്ട് കഴിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചാറിനി എന്ത് വെക്കുന്നത് വെച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സെറ്റ് കേട് ഇരിക്കുന്നുണ്ട്. തൽക്കാലം അതും അഡ്ജസ്റ്റ് ചെയ്യാതുകൊണ്ട് അത് കഴിച്ച് ഞാൻ വേഗം അക്കിയുടെ വീട്ടിലേക്ക് പോയി. കാരണം ചേച്ചി വേളാങ്കണ്ണി പോണതിൻ്റെ മുമ്പ് ഞാൻ പറയാണ്ട് പെട്ടെന്നല്ലേ പോയത്. അപ്പോൾ എനിക്ക് അങ്ങനെ കണ്ട് യാത്ര പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ചേച്ചി ഇന്നലെ തൊട്ട് വിളിച്ചു തുടങ്ങി വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേളാങ്കണ്ണിയിൽ നിന്ന് ആകെ വാങ്ങിയത് ഒരു കൊന്ത മാത്രം. അപ്പോൾ 1-ാം തീയതി, അതായത് ഇന്ന് കൊന്തമാസം തുടങ്ങുകയാണ്. അപ്പോൾ ചേച്ചി കൊന്ത ഭയങ്കര കാര്യമാണ്. എവിടെ പോയാലും ചേച്ചിക്ക് ഒരു കൊന്ത വേണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ആ ഒരു കൊന്ത മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ വസന്തിച്ച് എനിക്ക് കാണിച്ചു തരാം, വീട് മുഴുവൻ ഒതുക്കി കഴിഞ്ഞു മോളെ, നോക്കിയേ അവിടെ ഇത് വെച്ചു ഇവിടെ ഇത് വെച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓരോന്ന് കാണിച്ചു തരാം. അപ്പോൾ ചേച്ചിക്കുണ്ട് ഓൺലൈനിൽ നിന്ന്. ആ ചേച്ചിയുടെ ആ സൂക്കേടാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കണത് കേട്ടോ. ഓൺലൈനിൽ നിന്ന് കണ്ടമാനം സാധനങ്ങൾ വരുത്തിക്കും. അപ്പോൾ അതിങ്ങനെ കണ്ട് ഓരോന്ന് കാണുമ്പോഴാണ് ഞാനും വിചാരിച്ചത് ഇത് നടന്ന് അന്വേഷിച്ച് പോകണ്ടല്ലോ, ഈ സംഭവം നമുക്ക് ആ ലിങ്ക് നോക്കിയാൽ കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനും ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ നിന്ന് പതുക്കെ ഓരോന്ന്. മറ്റേത് ഞാനങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അതും വാങ്ങി തുടങ്ങി. കാരണം നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ, അതാണ് ലിക്വിഡ് ഡിറ്റർജൻറ്റും. പിന്നെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ കംഫർട്ടൊക്കെ വരുത്തി. അപ്പോൾ ചേച്ചിയുടെ അടുക്കളയിലിരിക്കണ മാതാവ് ഇവിടെ ഇരിക്കണം കേട്ടോ. എൻ്റെത് ചിമ്മിണിയുടെ മുകളിലായിരിക്കണം. ഇത് ചേച്ചി മൂപ്പർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കലാവിരുത് ഭയങ്കര ഇഷ്ടം. ഒപ്പം ചേട്ടൻ, എല്ലാ കാര്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു ചേട്ടനാണ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള വസന്തേച്ചു അതെ ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ പറയില്ല, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും വേണ്ടാത്തത് വേണ്ട ഉണ്ണിയെന്ന് തന്നെ പറയും, വേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് പറയും. അങ്ങനെയുള്ള ഒരു ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ വീട്ടിലുണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീടിൻ്റെ ഒരേ ഭാഗം ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ ഇപ്പോൾ പുതിയത് കൊണ്ടുവന്ന ചെടികളാണ്. അക്കയെ സംബന്ധിച്ച് ഇതൊക്കെയാണ് മൂപ്പരുടെ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ സന്തോഷത്തിനൊപ്പം കൂട്ടു നിൽക്കുക എന്നുള്ളതാണ് അക്കയുടെ ചുറ്റുമുള്ള ഞങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക നിയോഗം എന്ന് പറയുന്നത്. അങ്ങനെ ഇതൊക്കെ കണ്ടു. ഇത് നമ്മുടെ ധൂപം
തെളിയിക്കാനുള്ള സംഭവമാണ്, കത്തിക്കാനുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് പൂട്ടുക. അപ്പോൾ ഈ ഓട്ടയിൽ കൂടെ അങ്ങോട്ട് വരും. നല്ല രസമാണ് കാണാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഓൺലൈനിൽ ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അതുപോലെ ആ വലിപ്പ് തുറക്കുമ്പോൾ അതിൽ തീപ്പെട്ടി വയ്ക്കാം. എനിക്കത് ഒറ്റയ്ക്ക് തുറക്കാൻ പറ്റിയില്ല, പക്ഷേ ഞാൻ അക്കയെ കൊണ്ട് തുറന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുട്ടി കുട്ടി സാധനങ്ങൾ കണ്ടമാനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിയും ഒപ്പം നിൽക്കും, പോൾസേട്ടൻ പിന്നെ പറയണ്ട, പോൾസേട്ടനാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ ഡയോൺ അവിടെ നിന്ന് അയർലൻഡിൽ നിന്ന് കൊടുത്തയച്ചിട്ടുള്ള കുറേ സാധനങ്ങളാണ്. അങ്ങനെ ഇത് എന്താ പറയുക, ഓരോ വസ്തുവും ചേച്ചി ഇങ്ങനെ ഈ വീൽ ചെയറും ഇരുന്നു കൊണ്ടാണ് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ എന്താ പറയുക ക്ലീൻ ചെയ്ത് വരിക. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മച്ചി ഈ വീട്ടിലേക്ക് വരണേൻ്റെ തൊട്ട് മുമ്പാണ് മരിച്ചത്. അപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹം, ഇതാണ് എൻ്റെ റൂമെന്നാണ് അമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അമ്മച്ചി മരിച്ചു. അപ്പോൾ ഞങ്ങൾ ചേച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ റൂം അമ്മച്ചിയുടെ ഫോട്ടോ വെച്ചേക്കുക, അതായത് അമ്മച്ചിയുടെ റൂമെന്ന് അമ്മച്ചി പറഞ്ഞത് അത് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുള്ളതാട്ടോ. അങ്ങനെ ഞാൻ ശരിക്ക് ഒരു 6 മണി ആവാറായി. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു 3-3:30 ഇതാണ് ഞാൻ പറഞ്ഞില്ലേ തീപ്പെട്ടി വെക്കാൻ, അതാണ് അത് കേട്ടോ. അല്ലെങ്കിൽ ധൂപം വെക്കാനോ സ്റ്റോക്ക് ചെയ്യാനുള്ള അർത്ഥത്തിൽ. അപ്പം ഞാൻ ഡാഡിയാണ് എന്നെ കൊണ്ടുവന്നാക്കിയത്, ഡാഡിയും പാച്ചും കൂടിയിട്ട്. പക്ഷേ അവർ വേറെ ആവശ്യമായിട്ട് പോയ കാരണം എന്നെ വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞ് എനിക്ക് പോൾസേട്ടൻ അവരുടെ സ്ഥിരം പോകുന്ന ഒരു ഓട്ടോ വിളിച്ചതെന്ന്. ഞാനിവിടെ നിന്ന് ഓട്ടോയിൽ സംഭവം നടക്കാനുള്ള വഴിയുള്ളൂ, പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ചേച്ചിയുടെ സമ്പാദ്യം എന്ന് പറയും ഞങ്ങൾ. ചേച്ചിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ പ്രാർത്ഥന പുസ്തകങ്ങളാണ്. ഇവിടെ ഇരുന്നും കൊണ്ട് ചേച്ചി പ്രാർത്ഥിക്കാറാണ് പതിവ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നൊവേനകളും എല്ലാ കാര്യങ്ങളും ചേച്ചിയുടെ അടുത്താണുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയ നേരത്താണ് ഞാൻ ചേച്ചിയുടെ ബെഡ്റൂമിൽ ഞാൻ ശ്രദ്ധിച്ചത്. നോക്കിയപ്പോൾ ബെന്നുട്ടൻ്റെ ഇവരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളും എൻ്റെ മൂത്ത ചേച്ചി ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വീട് ശരിക്കും ഞങ്ങൾ മൂത്ത ചേച്ചി ഞങ്ങളും കൂടി ഒന്നിച്ചുള്ള സമയത്താണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് പോയതിന് ശേഷമാണ് ചേച്ചി മരിച്ചതൊക്കെ. വീണ്ടും തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ശരിക്കും ആദ്യം ഓർമ്മ വന്നത് ആ നല്ല ദിവസങ്ങളാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, മറക്കുക എന്നുള്ളത് മനുഷ്യന് ഒരു സംഭവമാണല്ലോ. എപ്പോഴും നമ്മളത് പറഞ്ഞ് മറ്റുള്ളവരെയും കൂടി സങ്കടപ്പെടുത്താൻ പാടില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ മാക്സിമം ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഒതുക്കി വെച്ച് ജീവിതം മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാഡിയും മോനും വന്നു. അത് കഴിഞ്ഞ് നടയിൽ ലൈറ്റൊക്കെ ഇട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭാരം കൂടി. കാരണം ഒരു 4 മണിക്കൂർ മാറി നിന്നാൽ എനിക്ക് 40 മണിക്കൂറിൻ്റെ പണിയാണ്. കാരണം അതുവരെ വന്നിട്ടുള്ള എല്ലാ ഓർഡേഴ്സും എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യണം. കാരണം നാളെ, അതായത് ഇന്ന് ചൊവ്വാഴ്ച ഒക്ടോബർ 1 നമ്മളുടെ അമ്മാമ്മ മരിച്ചിട്ട്, അതായത് ഡാഡിയുടെ അമ്മ മരിച്ചിട്ട് 1 വർഷമായി. ഇതേന്ന് പറഞ്ഞ പോലെ 1 വർഷം കടന്നു പോയത്. അപ്പം ആ ദിവസം ശരിക്കും പറഞ്ഞാൽ ഈ സമയത്താണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. കാരണം ഞാൻ ആ സമയത്ത് മരിക്കണത് നാളെ പെട്ടെന്നാണ് ഉണ്ടായത്. ഞാൻ രാവിലെ 9 മണിക്ക് വീഡിയോ വന്നതിന് ശേഷമാണ് മരിച്ച സംഭവവും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ കുറേ പേര് എന്നോട് മരിച്ച ദിവസമാണോ നിങ്ങൾ വീഡിയോ ഇടണത്, മരിച്ചു കിടക്കുന്നതാണോ നിങ്ങൾ വീഡിയോ ഇടണതെന്ന് ചോദിച്ചിട്ട് എന്നോട്, നമ്മൾ സാധാരണ നമ്മുടെ മെക്കെട്ട് എടുക്കുന്ന 2-3 പേരുണ്ടല്ലോ, അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ ശരിക്കും അവർക്ക് മറുപടി അപ്പം തന്നെ കൊടുത്തു. ഇതൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിടുന്നതാണ്, ഇത് 2 ദിവസത്തൊക്കെ ഒന്നിച്ച് ഷെഡ്യൂൾ ചെയ്യും, പിന്നെ നമ്മളത് നോക്കേണ്ട കാര്യമില്ല, അതാണ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പോലും അവർ കുറേ അവിടെ നിന്ന് അങ്ങോട്ട് കുറേ ദിവസങ്ങളായിട്ട് ആ സമയമായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഇവരെല്ലാവരും ഇറിറ്റേറ്റ് ചെയ്ത സമയം. അതായത് നവംബർ, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 2 മാസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് നോക്കിയപ്പോൾ എനിക്കുള്ള പാർസൽ നമ്മുടെ ഷാഡോസിൽ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരെണ്ണം ഈ ഫ്രോക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. എന്നാൽ കുട്ടികൾക്ക് ഇപ്പോൾ എന്താ പറയുക, എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇട്ട് പോകാവുന്നതുമാണ്. അപ്പോൾ ഇത് കണ്ടോ, ശരിക്കും ഇടില്ല. എന്ത് പറഞ്ഞാലും എന്താ പറയുക, ഇപ്പോഴും ചില സമയത്ത് ആ ഒരു 6 വയസ്സ് 7 വയസ്സിൽ നിന്ന് കയറി വരാത്ത പോലെ ഡിമ്പിളുടെ പെരുമാറ്റം കേട്ടോ. ചില കാര്യത്തിൽ ഡിവൈൻ കുറേ ഞങ്ങളൊക്കെ കളിയാക്കും, എന്നാലും കാര്യമൊന്നുമില്ല. ആൾ പോത്ത് പോലെ വളർന്നു എന്നുള്ള ഒരു കാര്യമില്ല. അങ്ങനെ അക്കിരോടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ നമ്മളുടെ തലക്കറി. ശരിക്കും പറയും, ഇത് കഴിക്കാനാണ് എന്നെ അക്കി വിളിച്ചത്. അപ്പോൾ ഞാൻ പോയെങ്കിലും ഞാൻ ഭക്ഷണം കഴിച്ച് പോയ കാര്യം എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്ന് വീട്ടിൽ വന്നിട്ടാണ് ഞാനും ഡോണിനും വലിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബോട്ടിക്കറി കടലയിട്ട് വെച്ചത്, അതും ഇതും ഞങ്ങൾ 2 പേരും ഇത് കൂട്ടിയിട്ടാണ് ചോറുണ്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് ഞാൻ ഈ പറഞ്ഞോണം ഓൺലൈനിൽ വരുത്തിയതാണ് കംഫർട്ട്. ഇത് ശരിക്കും 159 രൂപ അങ്ങോട്ടാണ് അതും എഴുതിയേക്കുന്നത്. 94 രൂപയാണ് ഓഫറിൽ കിട്ടിയത്. പക്ഷേ 3 എണ്ണമായിട്ട് നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താ കുഴപ്പം, 3 എണ്ണം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. 3 എണ്ണമായി ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് നാളെ മേലാക്കും യൂസ് ചെയ്യാം. പക്ഷേ 94 രൂപയാവണുള്ളൂ. അപ്പോൾ 50 രൂപയോ 60 രൂപയോളം
ഒരു ഒരു ബോട്ടിലുമ്പോൾ ലാഭം ഉണ്ടെങ്കിൽ നമുക്കതല്ലേ നല്ലത്. അപ്പം ഞാൻ അങ്ങനെ കണക്കാക്കി വാങ്ങിയത്. അപ്പോൾ ഇവർ ഇന്നും അതെ ഓരോ പാർസൽ വരുമ്പോഴും ഇവരെന്നെ കളിയാക്കും, ഓ ദേ മമ്മിക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ തോമും ഞാനും കൂടിയിട്ട് ഞാൻ കുട്ടിയെ പാച്ചുൻ്റെ എടുക്കുമ്പോൾ തോമും വന്ന് പിന്നിൽ വന്ന് നിന്ന് പറയാം ഞാനിവിടെ ഉണ്ട് എന്നുള്ളത്. അതേസമയം അവനെ എടുക്കാനായിട്ട് നമ്മൾ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അവനിഷ്ടമല്ലേ അത്, അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ അപ്പനും മക്കളും കയറി പോവാണ്. അപ്പോൾ ഡോണ ഉറക്ക ക്ഷീണം ഇപ്പോഴും അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. കാരണം 2 ദിവസത്തെ ഡ്രൈവിങ്ങിൻ്റെ സംഭവം, പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് എല്ലാവരും കിടന്നുറങ്ങിയപ്പോഴാണ് അവന് ഒരു വണ്ടി ഡെലിവറി എടുക്കേണ്ട കാര്യത്തിന് അവൻ പോയത്. ഞാൻ പറഞ്ഞല്ലോ പോയിട്ട് തോമൂനെയും കൊണ്ട് പോയി എന്നുള്ളത്. അപ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാം കൂടിയപ്പോൾ ഡോണിൻ്റെ ഉറക്കം മുഴുവൻ അങ്ങോട്ട് മാറിയിട്ടില്ല. ഡിവൈന് പിന്നെ എനിക്ക് തോന്നുന്നു ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല, ഒരാൾ ഉറങ്ങുമ്പോൾ അടുത്ത ആൾ എണീക്കും, അങ്ങനെയാണ്. എന്നാലും മാക്സിമം എന്താ പറയുക, എല്ലാവർക്കും പറ്റാവുന്ന പോലെ എല്ലാവരും റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയും കുട്ടികൾ ഉറങ്ങുമ്പോൾ കൂടെ ഉറങ്ങുക, അതേ നിവൃത്തിയുള്ളൂ എന്ന് പറയും ഞാൻ കേട്ടോ. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു ബോക്സ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം അത് ഓൾറെഡി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം എന്നാലും ഡാഡി പറഞ്ഞു അത് തുറന്നെടുക്കാമെന്ന് വെച്ചിട്ട് നമ്മളുടെ 3 in 1 ചായപ്പൊടിയാണ്. അപ്പോൾ ഭയങ്കര എനിക്ക് എന്ത് പറയുക ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ആദ്യം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഞാൻ അതിൻ്റെ മിക്സ് കണ്ടപ്പോൾ ഞാൻ 1 കിലോ വാങ്ങിയത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ 2-3 ദിവസം മുമ്പ് ഞാനത് പൊട്ടിച്ചിട്ടത്. അപ്പോൾ അങ്ങനെ ഇത് 150 രൂപയുണ്ടെങ്കിലും ഓഫറിൽ 90 എത്ര രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതായത് ഒരു സാഷേ 15 രൂപയാണ് ഇവർ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾക്ക് 9 രൂപ അങ്ങോട്ട് ആയിട്ടുള്ളൂ. പിന്നെ കൊണ്ടുവന്നതാണ് ഈ ഓയിലിൻ്റെ ബോട്ടിൽ 2 എണ്ണം. എനിക്ക് 1 ഓയിലും 1 വെളിച്ചെണ്ണയും. ഇത് പിന്നെ നമ്മുടെ ദോശമാവിൻ്റെ മറ്റേ എന്താ പറയുക സ്പ്രെഡ് ചെയ്യാനുള്ള സംഭവം ബ്രഷ് സിലിക്കോണിൻ്റെ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഉരുകിപ്പോയി, ചൂട്ടോടെ ഇങ്ങനെ ആക്കിയപ്പോൾ ഉരുകിപ്പോയി. അപ്പോൾ ഇത് എൻ്റെ അലമാരിയിൽ കൊള്ളുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു, പക്ഷേ കറക്റ്റായിൽ കൊണ്ടു. അപ്പോൾ പഴയ ഇൻഡക്ഷൻ 2ാമത്തെയാണ് മാറ്റി വെച്ചേക്കുന്നത് ഈ കഴിഞ്ഞ മാസത്തിൻ്റെ ഉള്ളിൽ. ഇത് കണ്ടു 159 രൂപയാണ് ശരിക്കും ഇതിൻ്റെ വില. പക്ഷേ എനിക്ക് കിട്ടിയത് 94 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സെയിം സാധനമാണ്, കംഫർട്ടിൻ്റെ സെയിം സാധനമാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ കളിയാക്കി, കംഫർട്ടിൻ്റെ പരസ്യമാണോ മമ്മി ഇത് ചോദിക്കണേന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അതല്ല. എൻ്റെ പ്രേക്ഷകർക്കറിയാം ഞാൻ എന്ത് ചെറിയ കാര്യങ്ങൾ കിട്ടിയാലും അതൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലല്ല, എനിക്ക് ഉപകാരപ്പെടുന്നത് ഞാൻ നിങ്ങൾക്കും കൂടിയും ഷെയർ ചെയ്ത് തരാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങളും വാങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. ഒന്നെങ്കിൽ ഷോപ്സിയിലോ ഫ്ലിപ്കാർട്ട് മീഷോ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇന്ന സാധനം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം മുമ്പിൽ വന്ന് കിടക്കുമ്പോൾ നമ്മൾക്കത് ഏതാണോ ലാഭം തോന്നുന്നത് അത് അങ്ങോട്ട് ഓർഡർ ചെയ്യുക. അത് കൊണ്ടുവരുമ്പോൾ നോക്കുക, ഡാമേജ് വല്ലതുണ്ടെങ്കിൽ തിരിച്ചയക്കുക, ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ തിരിച്ചയക്കുക, അല്ലാത്ത പക്ഷം നമ്മൾ ഉപയോഗിക്കുക. ഏറ്റവും ലാഭത്തിൽ നമ്മൾ എവിടെയായാലും കാശ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ പറയുക 10 രൂപ കുറവിന് കിട്ടിയാൽ അതല്ലേ നല്ലത്. ആ 10 രൂപയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ അല്ലെങ്കിൽ എൻ്റെ ദിനചര്യകൾ കാണുന്നവർക്കറിയാം ഞാൻ മാക്സിമം ഒരു സംഭവം പോലും കളയാണ്ടും എടുക്കാണ്ടും നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ പറയും ഇപ്പം ഞങ്ങളും അങ്ങനെയൊക്കെ ആയി തുടങ്ങി ആൻറ്റി എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ചിലർ അതിന് പിശുക്കം എന്ന് പറയും. പക്ഷേ ഇതൊരിക്കലും ഒരു പിശുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ മാക്സിമം കുട്ടികളെ ഏറ്റവും ഫ്രീഡത്തിൽ വിടുന്ന ആളാണ്. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പിശുക്കം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല. കാരണം എനിക്ക് പിശുക്കില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. അങ്ങനെ നാളെ അതായത് ചൊവ്വാഴ്ച, ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന ദിവസം ഞങ്ങൾ രാവിലെ അമ്മയുടെ അടുത്ത് പോവും, കുർബാന കഴിഞ്ഞ് തറവാട്ടിൽ പോവും. അവിടുത്തെ രാവിലത്തെയും ഉച്ചയിലത്തെയും ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു ഒത്തുകൂടൽ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താ പറയുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെയും ഇന്നലത്തെയും വിശേഷം ഇത്രയേ ഉള്ളൂ. ബാക്കി നാളത്തെ വിശേഷമായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ.